ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കണില്ല. ഞങ്ങളിപ്പോൾ വെളുപ്പിന് 5:30 ആയിട്ടുള്ളൂ. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകണം. ആദ്യത്തിന് കൊണ്ടിട്ടാണ് പോണേ. അപ്പോൾ പോണ വഴിക്ക് ബാക്കി വിശേഷങ്ങളും അല്ലെങ്കിൽ വന്ന വഴിക്ക് ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ എന്താ കാര്യം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയട്ടെ വരുമ്പോൾ. അതും പോകേണ്ടത് നേരം വെളുത്ത് വന്നിട്ടുള്ളൂ. നല്ല തണുപ്പുണ്ട് പുറത്ത്. നമ്മൾ ആദ്യത്തിന് കൊണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണ്. മെയിനായിട്ട് എന്നിട്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ ആദ്യത്തിന് പനി തുടങ്ങി. ഒരു 2 ദിവസമായി പനി തുടങ്ങിയിട്ട്. അപ്പോൾ പാരസിറ്റാമോൾ കൊടുത്തു. അവൻ്റെ പനി കുറഞ്ഞു. പക്ഷെ അവൻ്റെ ചുണ്ടത്ത് ഇങ്ങനെ എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു കുരുക്കളില്ലേ, പോളല്ല ചെറിയ ചെറിയ കുരുക്കൾ വന്നേക്കണം. പിന്നെ മേത്തും അത് ഫുള്ള് ഇങ്ങനെ പൊന്തിയേക്കണം. അപ്പോൾ നമുക്കത് എന്തിട്ടാന്ന് അറിയാം. അവനൊന്നും കഴിക്കണില്ല. ഒരു 2 ദിവസമായിട്ട് ഒരു സാധനം കഴിക്കണില്ല. ഉച്ച ഇപ്പോൾ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 ടീസ്പൂൺ കഴിക്കും. മറ്റേ അവന് ഇഷ്ടമുള്ളത് മറ്റേ പാച്ചോറില്ല, അതുവരെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവൻ കഴിക്കണില്ല. അപ്പോൾ ഇന്നലെ ഞങ്ങൾ നോക്കി, ഇന്നലെയും കുറവുള്ള. പക്ഷെ വൈകുന്നേരം ഉറക്കമില്ല, രാത്രി നമുക്ക് ഉറങ്ങാൻ പറ്റണില്ല. അവൻ കിടന്ന് കരയണം, കരച്ചിലും ബഹളവും കാര്യങ്ങളും. ഉറക്കമില്ല, ഒന്നും കഴിക്കണമില്ല. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു. അപ്പോൾ ഇവൻ്റെ അടുത്ത് തൊട്ടൊരുമി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവനും വരുമെന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ ഇവനും കൂടിയുള്ള മരുന്ന് കൂടി ചോദിച്ചിട്ട് പോകാൻ വിചാരിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ അങ്ങനെ പോന്നൊക്കെ ഇനി ഡോക്ടർ എത്തിയിട്ടില്ല. കണ്ടു കഴിയുമ്പോൾ ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. കാണുമ്പോൾ മുഖത്ത് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ മുഖത്ത് കണ്ട ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കുരുക്കൾ വന്നിട്ട് പുറത്തേക്ക് പൊന്തിക്കണത്. എന്ത് പനിയെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തുട്ടാ. ശരിക്കും ഡോക്ടർ 7 മണിക്കൊക്കെയാണ് ഇരിക്കാറ്. നമ്മൾ വിളിച്ച കാരണം വേഗം ആൾ കാണാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കണ്ടു. അപ്പോൾ ആൾ ആൻറ്റിബയോട്ടിക് ഇപ്പോൾ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഉണ്ണിക്ക് വരാണെങ്കിൽ ഉണ്ണീനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണിക്ക് വരാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഇവനും കൂടി വന്നു കഴിഞ്ഞാൽ ആകപ്പാടെ പണി പാളും. ഇവനെ തന്നെ എന്താ പറയുക, ആദ്യത്തിന് ഭയങ്കര വാശിയെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയാണ്. നമ്മൾ എടുത്തുകൊണ്ട് നടക്കുക. ഒരു സമയം താഴ്ത്തു നിൽക്കണില്ല. അതായത് ഒന്നില്ലെങ്കിൽ എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ആളുടെ കയ്യിൽ മാത്രമേ പോകണുള്ളൂ. അപ്പച്ചൻ്റെ കയ്യിൽ അമ്മച്ചിയുടെ കയ്യിലേക്ക് ഒന്നും പോവില്ല, ഒന്നും കഴിക്കില്ല. ഞാൻ അറ്റം തുടങ്ങി അവിടെ വരെയാണ് ഇവന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കൊണ്ടു നടക്കണം. പക്ഷെ ഒരു രക്ഷയില്ല. കാരണം അവൻ്റെ വായിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ പിന്നെ ചുണ്ട് പൊട്ടിയേക്കണ കാരണം, ഇങ്ങനെ കുരുക്കൾ വന്നേക്കണ കാരണമാണ് അവനൊന്നും കഴിക്കാൻ പറ്റണില്ല. നമുക്കാണെങ്കിൽ തന്നെ നമ്മുടെ ചുണ്ടത്തോ വായയിലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അതുപോലെ തന്നെയാണ് കൊച്ചിനും. അപ്പോൾ അത് പറ്റണില്ല. ഇനിയിപ്പോൾ ഇനി മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നുള്ളത് കൊടുത്ത് കഴിയുമ്പോഴേ അറിയുള്ളൂ. ഇന്ന് അബ്രൂട്ടനാണെങ്കിൽ അല്ലെങ്കിൽ 8 മണിക്ക് എണിക്കണവനാണ്. ഇന്ന് വേഗം എണിച്ചിട്ട് അവനും. അപ്പം നമ്മൾ വേറെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവൻ ഉറങ്ങണമെങ്കിലും കൊണ്ടുവരാന്നുള്ള പ്ലാൻ തന്നെയായിരുന്നു. പക്ഷെ ഇവ ഉറങ്ങി എണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഇവിടെ മെഡിക്കൽ സ്റ്റോർ തുറന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ഇത്. തുറന്നിട്ടുണ്ടാവും മോനെ, നോക്കി നോക്കിയേ. അത് മഞ്ഞില്ലേ ബായോ? ചുപ്പി വേണോ? ഉമ്പ വേണോ? പാവം കൊച്ചു വെള്ളത്തില ജീവിക്കണ. ഇപ്പൊ വെള്ളം മാത്രം. ചുണ്ട് അതേ കണ്ട കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. ചുണ്ട് പോയിന്ന്. ചുണ്ട് പറഞ്ഞേ, ചുണ്ട് നോക്കട്. ചുണ്ട് പോയിച്ചിന് പൊഞ്ഞിടി. അപ്പൊ കുറച്ച് കഷ്ടപ്പെടും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കണെങ്കി. ബായോ അപ്പ ബായോന്ന് കൊച്ചു പറയും. അപ്പം പറയും മോൻ ബായോന്ന്. കണ്ട അപ്പൊ ബായോ കുഞ്ഞു ബായോ. അവര് പറഞ്ഞ തന്നെ ബായോ. ഇപ്പൊ ഒരു കരച്ചൽ മയം കേൾക്കാം ആദ്യത്തിന്റെ. അതെ ആദ്യം താഴ്ത്തിറങ്ങണില്ല. അതുപോലെ തന്നെ ഒന്നും കഴിക്കണില്ല. മറ്റേ കഞ്ഞി വെള്ളല്ലേ, കഞ്ഞി അടിച്ചു കൊടുത്തു നോക്കി മറ്റേ ബോട്ടിലിട്ട്. എന്നിട്ട് അവൻ കഴിക്കണില്ല. ബോട്ടിലല്ല, മിക്സിയിലിട്ട് അടിച്ച് ബോട്ടിൽ ഒഴിച്ചു കൊടുത്തു. പക്ഷെ സംഭവം ചേട്ടൻ കഴിക്കണില്ല, ഇറങ്ങണില്ല. അടി കിട്ടുന്ന് പറഞ്ഞ എല്ലാവരോടും. അടി അത് പറയാൻ പിടിക്കണവൻ. അടി കിട്ടൂട്ട എല്ലാവർക്കും. അബ്രുന
പിച്ചു 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 പിച്ചു. ആദത്തിനുണ്ടല്ലോ ഏറ്റവും പറ്റിയേക്കുന്ന അടി എന്നിട്ടെന്നറിയോ, ആദത്തിന് കടിക്കാൻ പറ്റുന്നില്ല. ഫോൺ തട്ടികളില്ലേ ഇവിടൊക്കെ ഇങ്ങനെ പോളം വന്നേക്കണ കാരണം കടിക്കുമ്പോ വേദന എടുക്കുക, അതൊരു വേദന അപ്പൊ ഇപ്പൊ തന്നെ അടി പറഞ്ഞിട്ട് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പോവാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞേ. അടിയിൽ എല്ലാവർക്കും അല്ലെങ്കിൽ പ്രാർത്ഥിക്കല്ല, അടി കിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ലൊരു സുഖല്ലേ? ഫസ്റ്റ് ടൈം ഹോസ്പിറ്റൽ കേസ് വന്നേ പിന്നെ അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. പനി അല്ല അബ്രുവിന് ചുമയുണ്ടായിരുന്നു, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇതെങ്ങനെയുണ്ട്? നല്ലതാ. ചോറുണ്ടെങ്കിൽ മാത്രമേ കൈ ഒഴിയുള്ളൂ. ചോറുണ്ടെങ്കിലും ബാത്റൂമിൽ പോകുമ്പോഴും കുളിക്കുമ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അത് പോണില്ല. അല്ലെങ്കിൽ കുളിക്കുമ്പോഴും അപ്പൻ്റെ കൂടെ പോവാറുണ്ട്. ആ സമയത്ത് മാത്രമേ അപ്പന് റെസ്റ്റ് ഉള്ളൂ. അപ്പൊ അമ്മക്ക് എപ്പോഴും റെസ്റ്റ് അല്ലേ? റെസ്റ്റ് വെറുതെ ഇരിക്കല്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല കേട്ടാ. അയ്യോ കുടി എവിടുന്ന് ഇതൊക്കെ കൂടി താഴ്ത്തിട്ടല്ലേ? നമ്മുടെ പറമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് പറമ്പില് മയില് വന്നിട്ടുണ്ട്. മയില് പക്ഷെ ഞാൻ ഫോൺ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും മയില് ഓടിപ്പോയി. എങ്ങടാണോ അത് പോയേ? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പൊ അത് പോയി. ശ്രീനിവാസനെ സ്വിമ്മിംഗ് പൂളിൽ ഇരുന്ന് വെള്ളടിക്കുന്ന മാതിരി ഇരിക്കുന്ന നോക്കിയാൽ വിട്ടു വിട്ടു പോനെ. ഇതാ ആപ്പിൾ ജ്യൂസ് ആയിട്ട് അടിച്ചു കൊടുത്തേക്കണേ. അയ്യോ എന്റെ ചവിട്ടല്ലേ ഈശോയെ, അയ്യോ എന്റെ ചവിട്ടില്ലേ. ഞാൻ മറ്റേ തവളയുടെ പോലെ ചാടിച്ച എന്തൊക്കെ ഇവിടെ അസുഖങ്ങൾ കളിച്ചാലോ. ഇത്തിരി കുടിക്കുക, ഇത്തിരി കുടിച്ചു പോനെ. എന്തൊക്കെ ചെയ്യണല്ലേ ദൈവമേ അല്ലേ? നിങ്ങളൊക്കെ മേക്കണെങ്കിലേ ഡാൻസ് പഠിക്കേണ്ടി വരും. പോയി അറിയൂല്ല അത് കളിക്കാൻ. ഞാത്തിനെ മഴ പോരും. അല്ലാതോ ആകാശം നല്ലതാ, ഭൂമിയിൽ വലിയ രസം കാണാനില്ലേ? കൺമണി ആ പാട്ടും ആ സീനറിയും എന്നിട്ട് അന്ന് കണ്ണേ കൺമണിയേ ആദ്യം ചവിട്ടി നോക്കണത് രണ്ടാമത് കൂട്ടിലാക്കി ഞങ്ങളെ അബ്രുവിനെ അല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് താമസം മാറ്റിയാ? ഞങ്ങളെ ഇവിടെ ആക്കി. ആദ്യം ഇവിടെ താമസിക്കുന്നുണ്ട് ഈ വീട്ടില്. അതുകൊണ്ട് ഉണ്ണീനി എണ്ണി ഇവിടെ ആക്കിയേക്ക അല്ലാതെ താമസിക്കാൻ. അയ്യോ അടുക്കള ഭരണം ഞാൻ ഏറ്റെടുത്തു. ഞാൻ കാരണം നീയാണ് കാരണം. അമ്മാമ്മക്ക് പനി, മോന് പനി, അപ്പാപ്പന് പനി. വരൂലോ അപ്പാപ്പ പനി വരൂലോ, സ്വാഭാവികം. മോനെന്തുണ്ടാക്കാൻ പോണ? ഞങ്ങളൊന്ന് മീൻ മടിയൻ കറി. മടിയൻ കറിയാ? മീൻ വറ്റിക്കാൻ പോവാ. അതാണോ മടിയൻ കറി? പടപട അതോണം സമയമില്ല. 15 മിനിറ്റ് കൊണ്ട് മീൻ കറി റെഡി ആവണോ? ആര് പറഞ്ഞേ? അമ്മ പറഞ്ഞു. അമ്മക്ക് പനി പിടിച്ചേക്കാട്ടാ. അമ്മക്ക് ഇന്നലെ രാത്രി തുടങ്ങി. അപ്പൊ നമ്മളെല്ലാതും പോണപ്പ കറണ്ട് പോയി തോന്നല്ലേ? എന്തോ സൗണ്ട് കേട്ടു ഇൻവെർട്ടറിന്റെ. അത് എന്റെ മോനിന്ന് വയ്യാണ്ടാവും പാവം. അങ്ങോട്ട് ഇങ്ങനെ കേറി ഇറങ്ങല്ലേ. സവാള ഗിരി 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 ഗിരി. അപ്പൊ സവാള ഗിരി ഗിരി കാണിക്കും. ഗിരിഗിരിയാവോ? സ്നേഹനിധി മോനപ്പനെ ചെരുപ്പ് കൊണ്ടിട്ട് കൊടുത്തേക്കണ്. പോവാൻ വേണ്ടിട്ട് പെണീനിട്ട് വിചാരിച്ചിട്ട് കണ്ട. വേറെ ഒന്നല്ല, വളരെ സ്നേഹം
കഴിവ് പ്രകടിപ്പിക്കട്ടെ ആള്. കത്തി പിന്നെ മറ്റേ നല്ല മൂർച്ചയുണ്ട് അപ്പച്ചന്റെ കത്തിയല്ലത്. ഈ കത്തിനെ വളരെയധികം സൂക്ഷിക്കണം, പെട്ടെന്ന് മുറിയത് കൈ. ആന്റിബയോട്ടിക് ആദത്തിന് ഏറ്റു തുടങ്ങി, ചെറുതായിട്ട് ആദം ഇറങ്ങി നടന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് മറ്റേ എന്തോ ഗെയിം പോലെയുള്ള മൂട് പിന്നാലെ, ഗെയിമിന്റെ പിന്നാലെയാണ് നീ മൂട്. ഈശ്വര അപ്പന് 15 മിനിറ്റുള്ള മോനെ ചകടകാന്ന് ഇപ്പൊ പരിപാടി തീർക്കണം. ഒരു പ്രാന്തായ എന്തിനു വെറുതെ മറ്റേ വട്ടളകി നടക്കണം. ഇപ്പൊ ഇത് ടൈമർ സെറ്റ് ചെയ്യണ, പിന്നാലെ ഒരു ആക്രമകൻ വന്നിട്ടുണ്ട്. മഞ്ഞപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, പുളി, പുളി 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 പുളി. അയ്യോ എനിക്ക് കിട്ടേണ്ടതല്ലേ. ഇത്ര ദിവസം നീ എനിക്ക് മരുന്ന് തന്നു, ഇത്ര ദിവസം നിങ്ങൾ രണ്ടുപേരും കൂടി എനിക്ക് മരുന്ന് തന്നു. എനിക്ക് നിങ്ങൾ തരാൻ ഉദ്ദേശിക്കണ്ട, അതിനുള്ള തല്ലടി തരണേ. ഈസി മീൻകറി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യാ. വെളിച്ചെണ്ണ ഒഴിച്ചു അതന്നെ. വീണ്ടും ഓടുന്നു, നിന്റെ അപ്പം വീണ്ടും ഓടുന്നു. അതോ ഇതെന്നിട്ട് നടക്കണേ. എന്നിട്ട് വേപ്പില കൊച്ചിനാണ് ചിരി പറഞ്ഞ്. ഉലുവ 2 സ്പൂൺ ഉലുവ, 2 സ്പൂൺ ടേബിൾ ടീസ്പൂൺ, സോറി ഉലുവ മോഷ്ടിക്കാനെത്തി. 15 മിനിറ്റ് എന്നുള്ളത് ഇപ്പൊ ഒരു 2 മണിക്കൂർ ആക്കിയാണ് ഉലുവയും കടുകും പറക്കാൻ വേണ്ടിട്ട്. ഉലുവോടും കടീനോട് പറയും സമയം കുറവേ ഉള്ളൂ, ഉലുവയെ കടുകെ നീങ്ങി നിൽക്കട്ടെ. നീ സൗണ്ട് വന്നിട്ട് തുറക്കാൻ എന്നിട്ട് നിന്നെ അടച്ചു പൂട്ടിയിട്ടു. നീ ഇവിടെ നിന്നോ. അയ്യോ സവാള ഇട്ടപ്പ, അയ്യോ സവാള പച്ചമുളക് കിട്ടു. നീ പ്രാന്തിളകി ഇളകി 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 ഇളക്കി ഇളക്കി. കുഴപ്പമില്ല, ഇട്ടുട്ടാ ചട്ടി നിറഞ്ഞു. എന്നിട്ട് എടുക്കണ തക്കാളി സ്റ്റോക്കിലാണ്. തക്കാളി കഴിഞ്ഞു. അമ്മാമ്മേനെ വിളിച്ചു കൊടുത്തിട്ട് മാറ്റാൻ. അപ്പൊ ഇത് ശരിയാവല്ലാന്ന് പറഞ്ഞിട്ട് അമ്മാമ്മേനെ വിളിച്ചു കൊടുത്തിട്ട് നീ ഇപ്പൊ അമ്മാമ്മോട് മാറ്റാനല്ലേ കുറുമ്പ. ചെല്ല് ചെല്ലു ചെല്ല, അമ്മാമ്മക്ക് വയ്യ. ഇതിനെ പിടിക്കാൻ വേണ്ട. ഇവർ രണ്ടുപേരും ഒരു കൂട്ടിലാണ്. മര്യാദക്ക് ഇത് പാട്ടുപാടി കളിച്ചോണ്ടിരുന്ന സാധന. ഇതിനൊക്കെ നശിപ്പിച്ചു നമ്മുടെ പുത്രൻ ആദം പുത്രൻ. എന്താ പറഞ്ഞത്? അയ്യോ ഒന്നുമില്ലേ, നാളെ മീൻ പറ്റിക്കാറുണ്ട്. മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, ലേശം മല്ലിപ്പൊടി ഇട്ടു, ഇളക്കുന്നു. നീ കുറച്ച് വെള്ളം ഒഴിക്കൂലേ? വെള്ളം കറിയാണോ? വെള്ളം കറി സാധാരണ നമ്മൾ തക്കാളിയായിട്ട് അടിച്ചു വയ്ക്കാറ്. തക്കാളി അടിച്ചു വയ്ക്കാറുണ്ട്, പക്ഷെ തക്കാളി ഇല്ല. ഇനി ഇതില് നമ്മള് കുറച്ച് വെള്ളം ഒഴിക്കും. അത് ഞാൻ മീൻകറി
സെറ്റ്. എന്താ സുഖം. ഞങ്ങൾ മസാല ഒക്കെ തിളച്ചിട്ട് കൈക്ക് വെച്ചോണം ഈ പീസിൽ ഇട്ട് കൊടുക്കാം. ഈസി മാറ്റർ. 15 മിനിറ്റ് ഒക്കെ എവിടെയാവണം. കഴിഞ്ഞു അങ്ങനെ നമ്മുടെ മീൻ. ഇനി മീനൊന്ന് തിളച്ച് സെറ്റായാൽ മതി. ഈ മീൻ പറഞ്ഞ് തിളക്കിയ കുറുതാവോ കലാസ്. ഇതേ പോണ അമ്മാമി. അമ്മാമ്മയുടെ കൈ ഒടിയുന്നു. നമ്മള് പറഞ്ഞ സമയത്ത് 15 മിനിറ്റ് പരിപാടി റെഡി. മീൻകറി സെറ്റായിട്ടാ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പച്ചേക്ക് ഇവിടെ സാമ്പാർ ആരാച്ചെന്ന്. അത് സാമ്പാറിനെ വേണം അപ്പച്ചിട്ട് തന്നെ. അത് ഉലുവയും കടുകും പൊട്ടിച്ചേർന്നാണ്. ആപ്പിൾ ജ്യൂസ്, കാശൊക്കെ ഇട്ടുണ്ടമ്മ. പാല് സ്വന്തമായി ഉണ്ടാക്കിയ കറി സ്വന്തമായി കണ്ടത് നിർവൃതിയാണ്. മാങ്ങയില്ല. മീൻ വാങ്ങിയ കൂട്ടാൻ പറയേ. മീൻ ഒരുത്തനെ ജ്യൂസ് കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കൊണ്ടടക്കപ്പോ വണ്ടി ഓണാക്കിയിട്ട് കൊണ്ടുപോയേക്കാം. വന്നിട്ടില്ല. അതിന് പറ്റിയാതാ ഈശോയെ. കുടിച്ചാ പോരെ, കുഴപ്പമില്ല. എന്തായത് ഒന്നും ആയില്ലല്ലേ. ആക്ടിങ് ഡ്രാമ. ചിലപ്പോ ഇറക്കാൻ പറ്റുണ്ടാവില്ല. പിള്ളേർക്ക് വയ്യാണ്ടായ ശരിക്കും വല്ലാത്തൊരവസ്ഥയായിട്ടാ. നമുക്ക് തന്നെ ശരിക്കും ഭ്രാന്ത് പിടിക്കും. അവർക്ക് വാശിയും കാര്യങ്ങളും ഒന്നും കഴിക്കാണ്ടാവുമ്പോഴും നമുക്ക് ടെൻഷൻ. അതൊക്കെ ഇപ്പൊ 2 ദിവസം കൊണ്ട് പനി വന്നിട്ട് എന്തോരം ക്ഷീണിച്ചേക്കണേന്ന് അറിയോ. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം. ഇനിയിപ്പോ നാളത്തെ ദിവസം നീ എന്താക്കാവോ. ഇപ്പൊ അമ്മച്ചിക്ക് മാത്രമേ പനി പെട്ടിട്ടുള്ളൂ. എനിക്കും ചെറിയ ജലദോഷത്തിന്റെ ഇതുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി വീട്ടിലെല്ലാവർക്കും സ്പ്രെഡ് ആവും എന്നുള്ളത് ദൈവത്തിനറിയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.